അന്തപൂരത്തിൽ പട പറഞ്ഞു ശ്രീപാർവതിയുണ്ടോ നീരാടുവാൻ ഞാൻ എന്റെ ഭഗവാനോട് ചോദിക്കട്ടെ ഒന്നുണ്ടോ കേൾക്കണം ഭഗവാനോട് ഞാനൊന്നോ നീരാട്ടിന് പോയി വരട്ടെ താളിയോടിയേടി തൊഴിപ്പെണ്ണെ മൈനാപ്പൂ താളിയോടിച്ചിടിക്ക നെന്മേനി വക ഇടിച്ചു തല്ലി വയനാടൻ മഞ്ഞളരച്ചുരുട്ടി മക്കളെ മൂവരെയും വിളിച്ചു ഉണ്ണിഗണപതിയൻ മകനെ അച്ഛൻ മാടിയിലിരുന്നു കൊള്ളുക സുബ്രഹ്മണ്യൻ മകനെ അച്ഛൻ മാടിയിലിരുന്നു കൊള്ളുക പൊന്നെ മങ്ങായ എൻ മകളെ അച്ഛൻ്റെ അരികേന്നു പോവരുതേ മക്കളെ മൂവരെ കവലാക്കി ഉള്ളിക്കീടക്കാമടക്കി വെച്ചു കിണ്ടി കമഴ്ത്തി വെച്ചു കിണ്ടി കമഴ്ത്തി ഈ സാധനം രുദ്രൻ പണ്ട് യുടെ വേഷം ധരിച്ചു മന്നമായി വരുവത്ത് നടക്കും നേരത്ത് ഈ ഗർഭം നടന്നു പാർവതി അവളുടെ കണ്ണൻ ഗിരിവരൻ താനും നമുക്ക് കാളിന്തി നദിയിൽ പോവണം കുടിക്കണം ജലം മതി വരുവോളം കുടിപ്പതിനായി ഇറങ്ങും നേരത്ത് വരുന്നു കൃഷ്ണനും പശുക്കളുമായി കുടിച്ചവർ ജലം കരയ്ക്കു കയറുമ്പോൾ പറഞ്ഞു കൃഷ്ണനും പുതുമവാക്കുകൾ മതി മതി നിന്റെ പെരുത്ത ന്യായങ്ങൾ അതിവിനോദത്തോടിറങ്ങി കൃഷ്ണനും മുഖം കരങ്ങളും കഴുകും നേരത്ത് വിഴുങ്ങി സർപ്പവും മഹാരസമോടെ കുതിച്ചു പൊങ്ങി വന്ന അഹങ്കാരത്തോടെ പിടിച്ചവന്നല്ലേ ചവിട്ടി മസ്തകം
ഇവയെല്ലാം കണ്ടിരുന്നു പാർവതി അതിശയം കണ്ടിരിക്കും നേരത്ത് തുടങ്ങി ദേവിക്കൂ നോവുവിളി ഭാരം ഗിരിവരനപ്പോൾ പതുക്കയാത്രയായി ഇനി എന്തു ചെയ്യും ഭഗവാനെ ഇപ്പോൾ അടുത്ത നാഴിക തികയും നേരത്ത് പ്രസവിച്ചു ദേവി പെരുത്തരുണ്ണിയെ കറുത്ത കണ്ണുകൾ വെളുത്ത കൊമ്പുകൾ അഴകൊണ്ട കരം പെരുത്ത മസ്തകം ഗജമുഖനായി ഗണേശനായിട്ട് പിറന്നു ദേവിക്കൂ ഗണപതി സുതൻ ചൂടരത്നം നൽകി നളനെ ചരുളി ചെയ്തു ചിറപടുക്കയെന്ന് നളനും വന്നു ചിറപടുത്തു രക്ഷയാക്കി പോന്നു അക്കരെ കാടന്നേ രാമൻ മർക്കടപ്പടയോടെ അപ്പുറം വളഞ്ഞു കോട്ട ഗോപുരം താകാത്തു വമ്പനാകും കുംഭകർണനൊരമ്പിനാൽ മാറിച്ചു ഇന്ദ്രജിത്തെന്നുള്ളവനെ ഇളയ മന്നൻ കൊന്നു രാമദേവനോട് എതിർത്തു രാവണൻ മാറിച്ചു പുഷ്പരാക്ഷി സീതയോടും പുഷ്പഗംഗരയേറി